ഉണ്ടാക്കിയ ആ സിനിമയുടെ ഒരു ചെറിയ ട്രെയിലർ കട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ കേൾക്കാൻ മാത്രമല്ല, അതിന്റെ ചെറിയൊരു ആനിമേഷനും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ XR ഹൊറൈസൺ എന്ന ടീമാണ് അതിന് പിന്നിൽ വർക്ക് ചെയ്തത്. ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയ എഫേർട്ടാണ്. ഏഷ്യാനെറ്റ് മൂവീസുമായി സഹകരിച്ചാണ് മാതൃഭൂമി ക്ലബ് FM സിനിമാ കഥയെന്ന ആശയം അവതരിപ്പിക്കുന്നത്. രമേഷ് പിഷാരടിയും ക്ലബ് FM ടീമും ചേർന്നാണ് കഥയ്ക്ക് വൺ ലൈൻ ഉണ്ടാക്കിയത്. ഹൊറർ കോമഡി എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു ജോണർ. അപ്പോൾ ആ വഴിയിൽ ആലോചിക്കുന്നു. പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം അത് ഇങ്ങനെ ആയാൽ നന്നായിരുന്നു, ഇങ്ങനെ ആയാൽ നന്നായിരുന്നു, ആ സ്ഥലത്ത് ഇന്ന പോലെ ആയിരുന്നു, അത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മളും ആലോചിക്കാറുണ്ട്, നാട്ടുകാരും പറയലുണ്ടല്ലോ. സിനിമാ കഥയുടെ ആനിമേഷൻ രൂപത്തിന്റെ ട്രെയിലർ ബിഗ് ബോസ് വേദിയിൽ മോഹൻലാൽ ലോഞ്ച് ചെയ്തു. തൃശ്ശൂരുള്ള ഏതോ സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് മൂന്നാർ ടൂർ വന്നതാണ്. ഞങ്ങളങ്ങനെ മൂന്നാർ മുരുകപ്പയുടെ ഹോട്ടലിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ 50 കോടി ഇതെന്റെ അക്കൗണ്ട് തന്നെയാണോ വിശ്വസിക്കുക. XR ഹൊറൈസൺ ആണ് ആനിമേഷൻ ചെയ്തത്. കഥയുടെ പൂർണ്ണരൂപം പണിപ്പുരയിൽ പൂർത്തീകരണത്തോടടുക്കുകയാണ്. XR ഹൊറൈസനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ലാലേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. ലാലേട്ടന്റെ ഒരു സിനിമ എന്ന കോൺസെപ്റ്റിലാണ് ഈ 2D ആനിമേഷൻ ഞങ്ങളുടെ ടീം രൂപപ്പെടുത്തി എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മാതൃഭൂമി ക്ലബ് FMന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലബ് FMുമായിട്ടുള്ള അസോസിയേഷൻ, അത് അങ്ങനത്തെ ഒരു വലിയ ബ്രാൻഡുമായിട്ടുള്ള അസോസിയേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു അനുഭവമായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു ചാനലിലാണ് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ജനപ്രിയ പരിപാടിയിലേക്ക് വരുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ XR ഹൊറൈസണ് കൂടി കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് XR ഹൊറൈസൺ ടീം വളരെ ആവേശത്തോടെയാണ് ഈ പ്രോജക്റ്റിനെ സ്വീകരിച്ചത്. ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആവേശം പകരുന്ന ഒരു സബ്ജക്റ്റും ഒരു എൻവയോൺമെന്റും ആയിരുന്നതുകൊണ്ട് എന്റെ ടീമിലെ കുട്ടികൾ രാത്രിയും പകലും ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തു തരുന്നത്. അവര് സാധാരണ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി എക്സൈറ്റിംഗ് ആയിട്ട്, പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകത്തുള്ളത് കൊണ്ട് അത് പകരുന്ന ഒരു ആവേശം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ XR ഹൊറൈസനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.